ഹലോ, ഇന്ന് ജന്മാഷ്ടമിയൊക്കെ അല്ലേ. എല്ലാവരും തന്നെ ക്ഷേത്രത്തിലൊക്കെ പോയി വന്നിട്ടുണ്ടാവും. അപ്പം എല്ലാവർക്കും തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മാഷ്ടമി ആശംസകൾ. എല്ലാവർക്കും നല്ലത് വരാൻ ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്ന് ജന്മാഷ്ടമി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് വിചാരിച്ചു ഒരു കൃഷ്ണ അനുഭവം പറയാമെന്ന്. എനിക്കുണ്ടായിട്ടുള്ള വളരെ ചെറിയ ചെറിയ കൃഷ്ണ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും തന്നെ കൃഷ്ണൻ്റെ കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. എല്ലാവർക്കും തന്നെ കൃഷ്ണൻ്റെ കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കൃഷ്ണ അനുഭവങ്ങൾ കേൾക്കാൻ അതിലേറെ ഇഷ്ടമാണ്. അപ്പം എനിക്കുണ്ടായിട്ടുള്ള വളരെ ചെറിയ കൃഷ്ണ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. ഞാൻ നിങ്ങളടുത്ത് കൃഷ്ണ അനുഭവങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു. പെട്ടെന്ന് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്കൊരു കൺഫ്യൂഷനായിപ്പോയി. അപ്പം ഞാനിങ്ങനെ ഞാൻ എങ്ങനെ കൃഷ്ണഭക്തിയിലേക്ക്, അല്ലെങ്കിൽ എനിക്ക് കൃഷ്ണനെ ഭക്തി എന്ന പേരിതിന് യോജിച്ചതല്ല, കൃഷ്ണനായിട്ടൊരു അട്രാക്ഷൻ മീൻസ് ഭഗവാൻ എനിക്ക് മറ്റുള്ള ദൈവങ്ങളിൽ കൂടുതലൊക്കെ എനിക്ക് കൃഷ്ണ ഭയങ്കര ഇഷ്ടമാണ്. അതിലേക്കുള്ള യാത്ര അതെന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഞാൻ ഒരു 5ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ മതപഠന ക്ലാസ്സിലൊക്കെ അമ്പലത്തിൽ പോകുമായിരുന്നു. അവിടെ ഇങ്ങനെ 10 അവതാരങ്ങളും പിന്നെ ഭഗവാനെ കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പറഞ്ഞു തരും മതപഠന ക്ലാസ്സിൽ. എല്ലായിടത്തും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, മേ ബി എല്ലായിടത്തും എല്ലാ ടെമ്പിൾസിലും ഉണ്ടാവും. അപ്പം അവിടെ ഇങ്ങനെ പോകുമായിരുന്നു കൃഷ്ണാനുഭവങ്ങൾ. അപ്പം ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ബാക്കി എനിക്ക് എങ്ങനെ കേൾക്കുന്ന കഥകൾ കേൾക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ കേൾക്കുന്ന ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ ഞാൻ മതപഠന ക്ലാസ്സിലൊക്കെ പോയി ഭഗവാനെ കുറിച്ച് ഇങ്ങനെ കേൾക്കും. അപ്പോഴേക്ക് നമ്മൾ കുഞ്ഞല്ലേ, അപ്പോൾ പ്രായത്തിൽ മൂത്ത ആളുകൾ പറയും കൃഷ്ണനോട് പ്രാർത്ഥിക്കരുത്, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാം പതിയെ തരത്തുള്ളൂ, പുള്ളി ഭയങ്കര ഇങ്ങനെയിട്ട് വലിപ്പിക്കും, അങ്ങനെ കുറേ കേട്ടിട്ടുണ്ട്. മീൻസ് അങ്ങനെ ഓൾറെഡി നമ്മുടെ ചിന്ത അങ്ങനെ ആയതുകൊണ്ടാവണം എനിക്ക് ഭഗവാനോട് എല്ലാവർക്കും ഉള്ള ആ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മീൻസ് ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഇതെന്താണ് ഇങ്ങനെയെന്നുള്ളത്. പക്ഷെ എനിക്ക് ആ ടൈമിൽ രാമനെയും സീതയും ദേവി അങ്ങനെ ഗണപതി അങ്ങനെയൊക്കെ ഉള്ള കുറേ അവരുടെയൊക്കെ കഥകളൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടം. ശ്രീകൃഷ്ണൻ്റെ കഥകൾ കേൾക്കാനായിട്ട് എനിക്കിഷ്ടമില്ലായിരുന്നു. കഥകളൊക്കെ നല്ല രസമാണ്, എല്ലാം നല്ല ഇതാണ്. പക്ഷെ എനിക്കെന്തോ പുള്ളിയായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ വളർന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു 5-6 ഇയേഴ്സായി. ഈ 6 ഇയേഴ്സിനുള്ളിലാണ് എനിക്ക് കൃഷ്ണനുമായിട്ട് ഭയങ്കരമായിട്ടും എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ഭയങ്കര ഇഷ്ടമായിട്ട് പുള്ളീനെ. ഞാൻ വേറെ എന്ത് വേണമെങ്കിലും ജീവിതത്തിൽ വിട്ടുകൊടുക്കും, പക്ഷേ കൃഷ്ണനെ മാത്രം ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റാൻ സാധിക്കാത്ത വിധം ഞാൻ പുള്ളിയായിട്ട് അടുത്തുപോയി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഥകൾ കേൾക്കാനും. പിന്നെ എനിക്ക് പ്രത്യേകിച്ച് പറയാതിരിക്കാൻ വയ്യ. അതിത് മെയിനായിട്ട് ഞാൻ യൂട്യൂബ് എടുക്കുമ്പോഴത് സ്വസ്തിക ഓളിസ്വൽ എന്ന് പറഞ്ഞ പേജിൽ പാർവതി ചേച്ചിയുടെ വീഡിയോസ് എനിക്ക് പറഞ്ഞറിയിക്കുമ്പോൾ വളരെയധികം ഇൻസ്പയർ ആയി. 7 ഇയേഴ്സൊക്കെ ആയിട്ടുള്ളൂ ഞാൻ ശ്രീകൃഷ്ണനായിട്ട് അടുത്ത് മീൻസ് ഇഷ്ടപ്പെട്ടൊക്കെ തുടങ്ങിയിട്ട് ശ്രീകൃഷ്ണൻ്റെ കഥകൾ കേൾക്കാനും. മീൻസ് കഥകൾ ചെറുപ്പം നമ്മൾ കേട്ടിട്ടുള്ള കഥകളൊക്കെ ചെറുപ്പം മുതലേ കഥകൾ കേട്ടിട്ടുണ്ട്. എനിക്ക് ശ്രീകൃഷ്ണ അവതാരം എന്താണെന്നും അതിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ എന്നിരുന്നാലും കൃഷ്ണൻ്റെ കഥകൾ എന്ന് പറയുന്നത് ഒരിക്കലും അന്തിയില്ലാത്തതാണ്. നമ്മൾ കേൾക്കുന്നതോടും ഓരോരോ കഥകൾ, ഓരോരോ അനുഭവങ്ങൾ, ഏറ്റവും കൂടുതലും കൃഷ്ണ അനുഭവങ്ങൾ. എന്തോരം പേർക്കാണ് കൃഷ്ണൻ്റെ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ അവർ ആ അനുഭവങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആ ഒരു സന്തോഷത്തിൽ ഓരോരുത്തർ നമ്മളോട് ഷെയർ ചെയ്യുന്നതും ആ കഥകളൊക്കെ കേൾക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കൃഷ്ണന് ഭയങ്കര ഇഷ്ടമാണ്. കൃഷ്ണൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് പുള്ളിയോട് ഭയങ്കര അട്രാക്ഷൻ. എവിടെ നോക്കിയാലും ശ്രീകൃഷ്ണൻ, എവിടെ നോക്കിയാലും നമ്മൾ യൂട്യൂബ് എടുക്കുന്ന കൃഷ്ണനെ കുറിച്ചുള്ള ഓരോരോ കഥകളും, അത് പ്രത്യേകിച്ച് സ്വസ്തിക ഓളിസ്വൽ എന്ന പേജിലെ പാർവതിച്ചിട്ട് കുറേയധികം വീഡിയോസ്, അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് ഒരാളുടെ എടുത്ത് പറഞ്ഞുള്ള അതുകൊണ്ട് തന്നെ കൃഷ്ണൻ്റെ കഥകൾ വരുന്ന കുറേയധികം യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അങ്ങനെ എനിക്ക് ഓരോന്നായിട്ട് യൂട്യൂബൊക്കെ എടുക്കുമ്പം ഇവരുടെ കഥകളും മീൻസ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ കഥകൾ എപ്പോഴും ഇങ്ങനെ. അപ്പം എനിക്കത് ഭയങ്കര ഒരു ഇൻസ്പയർ ആയിരുന്നു.
ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ കേട്ടുകൊണ്ടൊക്കെ ഇരിക്കുക. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കൃഷ്ണനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ആ ഇഷ്ടം കൂടിയ ആ ഒരു ടൈമിൽ എനിക്ക് കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു. എനിക്കാണ് കൃഷ്ണനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുള്ള ഒരു വൃത്തികെട്ട ചിന്താഗതി. മീൻസ് അങ്ങനെ ഒരിക്കലും ചിന്തിക്കുന്നത് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര കൃഷ്ണന് ഭയങ്കര ഇഷ്ടം. അപ്പോൾ എനിക്കാണ്, അപ്പം ബാക്കി ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ നമുക്കാണ് കൂടുതൽ ഇഷ്ടം, അപ്പം നമുക്കാണ് കൂടുതൽ അറിവ്. ആ ഒരു എനിക്കെല്ലാവർക്കും ആ ഒരു തോട്ട് ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മീൻസ് എനിക്കെന്തായാലും നമ്മുടെ പൊട്ട ബുദ്ധിക്ക് എനിക്ക് ആ ഒരു വളരെ കുറച്ച് ദിവസം ആ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. കൃഷ്ണന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. കൃഷ്ണൻ്റെ കഥകൾ കേൾക്കുന്നു, ഫുൾ ടൈം കഥകൾ കേൾക്കുന്നു, പാട്ട് കേൾക്കുന്നു, ഭക്തിഗാനങ്ങൾ കേൾക്കുന്നു. അപ്പോൾ ആ ഒരു ടൈം വെച്ചിട്ട് എനിക്ക് ഈ ഒരു അഹങ്കാരം കൂടെ ഉള്ളിൽ, പുറത്ത് കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ എനിക്ക് ഈ അഹങ്കാരം ഉണ്ട്. എനിക്കാണ് ഏറ്റവും കൂടുതൽ ശ്രീകൃഷ്ണ ഭക്തി, എനിക്കാണ് ഭഗവാനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങനെയൊക്കെയുള്ള ചിന്ത എനിക്കുണ്ടായിരുന്നു. ആ ചിന്ത എനിക്ക് അടിമുടി എനിക്ക് മാറിക്കിട്ടിയത് സാധാരണ എൻ്റെ ഞാൻ അങ്ങനെ യൂട്യൂബിൽ ഭക്തിഗാനങ്ങളൊക്കെ കേൾക്കുന്ന അല്ലാണ്ട് ഇങ്ങനത്തെ ഇതൊന്നും കേൾക്കാറില്ല. പ്രത്യേകിച്ച് സ്വസ്തിക ഓളിസ് വെല്ല ആ പേജൊക്കെ എനിക്കറിയില്ല. അത് ഞാൻ യൂട്യൂബ് ഇട്ടതും പെട്ടെന്ന് ഒരു ദിവസം, എല്ലാ ദിവസവും നമ്മൾ കാണുന്നുണ്ടാവാം, എൻ്റെ കണ്ണിൽ പെടാത്തതാണോ എന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ ഈ ചിന്താഗതിയൊക്കെ ആയിട്ട് നടന്നപ്പോഴാണ് എനിക്ക് ഈ ഇങ്ങനെയുള്ള പേജുകളിലും ഇപ്പോൾ അവരൊക്കെ ശ്രീകൃഷ്ണനെ സ്നേഹിക്കുന്നൊക്കെ അവർ ഭഗവാന്റെ കഥകളൊക്കെ പറയുന്നത് എന്ത് കാര്യമായിട്ടാണ്. അപ്പം നമ്മൾ സ്നേഹിക്കുന്നു അതൊന്നും ഒന്നുമല്ല എന്നൊക്കെ എനിക്ക് ഇങ്ങനെ യൂട്യൂബിൽ ഓരോ അപ്പോൾ എനിക്കിങ്ങനെ റിലേറ്റഡ് ആയിട്ട് സ്വസ്തിക ഓളിസ് വെല്ലിന് കുറേ വീഡിയോസ്, അങ്ങനെ കുറേ ആളുകളുടെ ജഗത് സാക്ഷി പ്രഭു, അപ്പം അങ്ങനെ കുറേ ആളുകളുടെ ഇങ്ങനെ വീഡിയോസും, പിന്നെ ഇടവനാട് നമ്പൂതിരൻ, ഫുൾ നെയിം ഞാൻ മറന്നുപോയി, പുള്ളിയുടെ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് നമ്മളൊന്നും ഒന്നുകയല്ല, ഈ ഭക്തര് എന്നൊക്കെ പറയുന്നത് എന്തോരം ആളുകൾ, ഇഷ്ടംപോലെ ആളുകളുണ്ട് എന്നൊക്കെ എനിക്ക് ആ ഒരു എൻ്റെ ആ ഒരു ദുഷ്ടചിന്ത മാറിയത് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയതിൽ പിന്നെയാണ്. അപ്പോഴാണ് എനിക്ക് അറിവുണ്ടായത്, നമ്മൾ ഈ ഒരാൾ മാത്രമല്ല, ഈ ലോകത്തിലുള്ള മുക്കാൽ പേരും, പകുതിയിൽ കൂടുതൽ ആളുകളും ശ്രീകൃഷ്ണനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ആളുകളാണ്. അവരുടെ ജീവിതം തന്നെ ഭഗവാന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ആളുകളാണ്. എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോസും പിന്നെ അവരുടെ ഓരോരോ അനുഭവങ്ങളും അങ്ങനെ കുറേ കഥകളൊക്കെ ഇങ്ങനെ കേട്ട് കൃഷ്ണ അനുഭവങ്ങൾ കേട്ടിട്ടാണ് എനിക്ക് ശരിക്കും ഇങ്ങനെയുള്ള തോട്ടൊക്കെ ഉണ്ട് ചിന്തയിൽ നിന്ന് തന്നെ മാറിയത്. നമ്മളിപ്പം അങ്ങനെയല്ലേ, ഇപ്പം നമുക്ക് നമ്മുടെ ആ ഒരു ചിന്ത ഇത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു, എൻ്റെ പൊട്ടുപൊത്തിക്ക് ഞാൻ വിചാരിച്ചു എനിക്കാണ് കൃഷ്ണനെ കൂടുതൽ ഇഷ്ടം. മീൻസ് ആ ഒരു ചിന്ത എനിക്ക് തോന്നുന്നു ഭഗവാനെ സ്നേഹിച്ചു തുടങ്ങുന്ന എല്ലാവരുടെയും ആദ്യത്തെ ഒരു ചിന്താഗതി വേണമെങ്കിൽ ഇത് തന്നെ ആവണം. എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. ആ ഒരു അനുഭവം എനിക്ക് ഭഗവാൻ തന്നെ മാറ്റി തന്നത് ഇങ്ങനെയുള്ള വീഡിയോസ്. മീൻസ് നമുക്ക് അല്ലാണ്ട് വേറെ വഴിയില്ലല്ലോ. അപ്പം ഞാനിങ്ങനെ യൂട്യൂബൊക്കെ എടുക്കുമ്പോൾ, ഇതിന് മുന്നേ ഞാൻ യൂട്യൂബിൽ ഇത്രയും വർഷം ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ഇത്രയും വർഷത്തിനിടയിൽ ചിലപ്പം വീഡിയോസൊക്കെ വന്ന് പോയിട്ടുണ്ടാവും, നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവത്തില്ല. പക്ഷേ ഭഗവാനെ നമ്മൾ സ്നേഹിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് ഞാനതൊക്കെ കാണാൻ തുടങ്ങി. അപ്പം എനിക്ക് എൻ്റെ ചിന്ത തന്നെ ഭഗവാൻ മാറ്റി എന്നുള്ളതാണ്. പിന്നെ എനിക്ക് ഭഗവാനോടുള്ള ഇഷ്ടം ഇങ്ങനെ കൂടി ഇങ്ങനെ വന്നിപ്പോൾ എനിക്ക് വൃന്ദാവനം പോകണമെന്നും ദ്വാരക പോകണമെന്നും അങ്ങനെ പൂരി ജഗന്നാഥൻ്റെ അമ്പലം കാണണമെന്നും അങ്ങനെ ജഗന്നാഥനെ കാണണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിലെനിക്ക് ഒരാഗ്രഹം സാധിച്ചു, എനിക്ക് ദ്വാരക പോകാൻ പറ്റി. ഇപ്പോൾ ഒരു 1 year അടുത്താവുന്നതേ ഉള്ളൂ ദ്വാരക സോമനാഥൊക്കെ ഞാൻ പോയി. എനിക്ക് എല്ലായിടവും കാണാൻ പറ്റിയില്ല. ബെഡ് ദ്വാരകയിലും ദ്വാരകാധീശനെയും കണ്ടു. എനിക്കിങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഭഗവാന്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് ആഗ്രഹങ്ങളൊന്നുമില്ല. എല്ലാം മീൻസ് ഇതിന് മുന്നേ എനിക്ക് കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വീട് വെക്കണം, നല്ലൊരു വീട് വെക്കണം, എന്തെങ്കിലും അങ്ങനെ കുറച്ച് നമുക്ക് ആഗ്രഹങ്ങളുണ്ടല്ലോ. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഇപ്പം എനിക്കില്ല. ഇപ്പം എനിക്കുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് വൃന്ദാവനത്തിൽ പോകണം എന്നുള്ളതാണ്. ആദ്യം വൃന്ദാവനം പോകണം, അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് പൂരി ജഗന്നാഥനെയും അത് കണക്ക് തന്നെ
നമ്മുടെ തിരുമല വെങ്കടേശ്വരനെയൊക്കെ പോയി കാണാനായിട്ട്. അപ്പം വൃന്ദാവനത്തിൽ പോയിട്ടില്ല, അല്ലെ സോറി, വൃന്ദാവനം തന്നെയാണ് എൻ്റെ ഫോക്കസ്. അതുകൊണ്ട് എനിക്ക് വൃന്ദാവനമാണ് വായിൽ വരുന്നത്. ദ്വാരകയിൽ ഞാൻ പോയിട്ടുണ്ടായിട്ടുള്ള അനുഭവം ഞാൻ പറയാവേ. ഞാൻ ഒരു 1 year അടുത്താവുന്നേ ഉള്ളൂ ദ്വാരകയിൽ പോയിട്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ ദ്വാരക എന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ ദ്വാരകയിലൊക്കെ പോകുന്നുണ്ട്. ആ ഒരു നമ്മൾ യാത്ര ഫിക്സ് ആയപ്പോൾ തന്നെ ഞാൻ ആദ്യം തന്നെ എനിക്ക് ഉള്ളതിൽ അടിപൊളി നല്ല പാവാടയും ടോപ്പൊക്കെ ഉണ്ടല്ലോ. ആ പാവാടയും ടോപ്പും നല്ല അമ്മ തയ്ച്ച് സാരിയൊക്കെ വെച്ച് നല്ല തയ്ച്ച് നല്ല ക്രോപ്പ് ടോപ്പൊക്കെ ആയിട്ട് തയ്ച്ച് അടിപൊളിയായിട്ട് തന്നിട്ടുള്ളൊരു പാവാടയും ടോപ്പും ഉണ്ട്. അപ്പം ഞാൻ ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോകുമല്ലോ, നമ്മൾ സാധാരണ നല്ല നല്ല വലിയ ക്ഷേത്രങ്ങൾ ഇവിടെയൊക്കെ പോകുമ്പം നമ്മൾ എന്താ ചെയ്യാറ്, നല്ല അടിപൊളി ഓർണമെൻറ്റ്സും നല്ല മാലയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മളങ്ങനെ നല്ല വെള്ളമായിട്ടല്ലേ നല്ല ഒരുങ്ങിയിട്ടൊക്കെയല്ലേ പോവുക. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ചെന്നിട്ട് ഒരുങ്ങിയേക്കും അടിപൊളി ഭഗവാൻ ആദ്യമായിട്ട് കാണാൻ പോവാണ്, ദ്വാരകാധീശന്. അപ്പം ഞാനിപ്പോൾ എന്താ വിചാരിക്കുന്നത്, എൻ്റെ ദൈവമേ, എനിക്ക് എല്ലാ ഭഗവാന്റെ 1 by 1 ആയിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും പോകണം ഭയങ്കര ആഗ്രഹമാണ്. ദ്വാരകാധീശനൊക്കെ ഏറ്റവും അവസാനം ഒടുവിൽ കാണണമെന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. ഒരിക്കലും അവിടെയൊക്കെ പോകാൻ പറ്റും. ഇപ്പം ദ്വാരകാധീശനെ തന്നെ ആദ്യമായിട്ട് കാണാൻ പോവാണ്. അപ്പം എനിക്ക് ക്ഷേത്രം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പത്മനാഭസ്വാമി ക്ഷേത്രം അങ്ങനെ വലിയ ക്ഷേത്രങ്ങളില്ലേ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ്. മീൻസ് നല്ല അടിച്ചു പൊളിച്ച് നമ്മൾ അടിച്ചു പൊളിക്കണം, നല്ല അടിപൊളിയായിട്ട് അത്രയും വലിയ ക്ഷേത്രത്തിലൊക്കെ പോവുകയാണ്. അപ്പോൾ നന്നായിട്ട് ഒരുങ്ങി ഭഗവാനെ കാണുമ്പോൾ തന്നെ നമ്മളോട് ഇഷ്ടമൊക്കെ തോന്നണം. അപ്പോൾ ആ ഒരു ഇതിൽ നല്ലതായിട്ടൊക്കെ ഒരുങ്ങിയൊക്കെ പോകാനൊക്കെ ആയിട്ട് നല്ല ഡ്രസ്സും നല്ല പാവാടയും ടോപ്പും നല്ല ഓർണമെൻറ്റ്സും വളയും മാലയും കമ്മലും ഒക്കെ എടുത്ത് പാക്കൊക്കെ ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് നമ്മൾ ആ ഇതിലങ്ങ് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ദ്വാരക കണ്ടപ്പോഴേക്കും ഭയങ്കര എനിക്ക് ദ്വാരകയെക്കുറിച്ച് ഭയങ്കര എന്തൊക്കെയൊക്കെ ആയിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ എനിക്ക് അറിയത്തില്ല, ദ്വാരക കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. നമ്മൾ വിചാരിച്ച ദ്വാരകം ഫുൾ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ അല്ലാണ്ട് നമ്മുടെ ഉൾക്കണ്ണുകൊണ്ട് നോക്കുവാണെങ്കിൽ ശരിക്കും ഇപ്പോഴും അത് ഭഗവാന്റെ ആ പഴയ ദ്വാരക തന്നെയാണ്. കുറച്ച് അവിടെ ഇവിടെയൊക്കെ വ്യത്യാസം വന്നിട്ടുള്ള അല്ലാണ്ട് ഇപ്പോഴും എന്താ പറയുക, ഇപ്പോഴും പശുക്കളെ മേയ്ക്കുന്നതും കാളവണ്ടികളും പാല് കൊണ്ട് അവിടുത്തെ സ്ത്രീകളൊക്കെ എനിക്ക് തോന്നുന്നു കൂടുതലും സാരിയൊക്കെ ഉടുക്കുന്നത് നമ്മൾ സീരിയലിലും അതിലൊക്കെ കണ്ടിട്ടില്ലേ, ആ തരത്തിൽ തന്നെയാണ്. പിന്നെ ഇവിടുന്ന് ഇതൊക്കെ എടുത്ത് ഇങ്ങോട്ടൊക്കെ ഇവിടെ മറച്ചും ഒക്കെ ഇത് ധാവണിയൊക്കെ കണക്ക് ആ ഒരു ഇപ്പോഴത്തെ മോഡേൺ ഡ്രസ്സൊന്നും ഞാൻ അവിടെ ഉള്ള സ്ത്രീകൾ ഞാൻ ശ്രദ്ധിച്ചില്ല, മീൻസ് കണ്ടില്ല. നമ്മൾ ജസ്റ്റ് ടൂറിസ്റ്റോ അല്ല, ഇപ്പം ഭക്തർ വന്നും പോകുന്ന അവരല്ലാണ്ട് അവിടെയുള്ള ആളുകൾ മോസ്റ്റ്ലി ധരിച്ചിരിക്കുന്ന ഇങ്ങനെയുള്ള സാധാരണ വേഷങ്ങളാണ്. അപ്പോൾ അതൊക്കെ എനിക്ക് ഇതെന്താ പറയുക, എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ദ്വാരകയിൽ പോയി. ഒന്നാമത് ഞാൻ ഉദ്ദേശിച്ചതേ അല്ല. പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് അമ്മ ഡ്രസ്സൊക്കെ തയ്ച്ചെന്നിട്ട് എനിക്കെല്ലാം പെർഫെക്റ്റ്, ഫുൾ അത് കഴിഞ്ഞ് നിന്ന് ഔട്ട്ഫിറ്റ് ഇട്ട് നോക്കി എല്ലാം തയ്ച്ചപ്പോഴൊക്കെ എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു.
ദ്വാരകയിൽ പോകാനായിട്ട് രാവിലെ എല്ലാ ഓർണമെൻറ്റ്സും കാര്യങ്ങളും ഒക്കെ എടുത്തൊക്കെ വെച്ച് ഞാൻ റെഡി ആയിട്ട് എനിക്ക് ഡ്രസ്സ് ഭയങ്കര ലൂസ്, പാവാടയൊക്കെ എനിക്ക് അറിയില്ല, എനിക്ക് ഇട്ടിട്ട് ഭയങ്കര മഹാബോറ്. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം. എനിക്ക് ഓൾറെഡി ദ്വാരകകളിൽ ഞാൻ പുറമേ നിന്ന് കണ്ടിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഉള്ള സന്തോഷം ഉണ്ടായിരുന്നത് ദ്വാരകയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ. അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നതിന് രാവിലെ കുളി കഴിഞ്ഞ് ഡ്രസ്സ് നമ്മൾ ഓൾറെഡി കുറേ നമ്മുടെ ചിന്തയിലുണ്ടല്ലോ. പോയി കഴിയുമ്പോഴത്തേക്കും ഒരു പ്ലാനിങ് ഉണ്ടല്ലോ. ഇപ്പോൾ പ്ലാനിങ് കറക്റ്റായിട്ട് വർക്കൗട്ട് ആവാൻ ഭയങ്കര സങ്കടവും ദേഷ്യമൊക്കെ വന്നു. എന്ത് ഈ ഡ്രസ്സ് ഇങ്ങനെ ഈ ടോപ്പ് ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ ഇവിടെ പൊന്തി നിൽക്കുന്നു, ഇവിടെ കറക്റ്റ് ഫിറ്റ് അല്ല. അപ്പം നമ്മളുടെ അടുത്ത് വേറെ എക്സ്ട്രാ ഇതൊന്നും ഇല്ലല്ലോ, തയ്ച്ച് ഫിറ്റ് ചെയ്യാനുള്ള എൻ്റെ അടുത്ത് എക്സ്ട്രാ സെറ്റപ്പിങ് പോലും അധികം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ പിന്നെ ഡ്രസ്സ് മാറിയിട്ട് സാധാരണ ചുരിദാർ എപ്പോഴും ഇടാറുള്ള സാധാരണ നോർമൽ ചുരിദാറുണ്ട്. അപ്പോൾ ആ ചുരിദാർ ഇട്ടിട്ടാണ് ദ്വാരകയിൽ പോയത്. ഫുൾ അടിമുടി എനിക്ക് ഭയങ്കര അന്നത്തെ ദിവസം പോയി. എനിക്ക് ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തത് എനിക്ക് ഒന്നും ഇതായില്ല. പിന്നെ എൻ്റെ കൺസെപ്റ്റിലേ ഉണ്ടായിരുന്നു ദ്വാരകയല്ലായിരുന്നു. അപ്പം അങ്ങനെ ഇപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ഭയങ്കര ക്യൂ നിന്നും ഭഗവാനെ കണ്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. അത്രയും നേരം ഉണ്ടായിരുന്ന എനിക്ക് സങ്കടം ഉണ്ടല്ലോ, ആ സങ്കടമൊക്കെ ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദ്വാരകാധീശനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മാറി. ഞാൻ ഭഗവാനെ ഇങ്ങനെ നോക്കി പ്രാർത്ഥിച്ചു. അവിടെ ഭയങ്കര ആൾക്കാരാണ്. നമുക്ക് ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കാനുള്ള ആ ടൈമൊന്നുമില്ല. പുറകിലും ഉന്തിത്തള്ളി നമ്മളിങ്ങനെ തള്ളി വിടും. അപ്പോൾ ഞാനിങ്ങനെ ചെന്നിങ്ങനെ നിന്ന് ഭഗവാനെ നമ്മളിങ്ങനെ നോക്കൂല, കണ്ട് പോലും കൊതു തീർന്നു. അപ്പോഴേക്കും പുറകിലും തള്ളു തുടങ്ങി. അപ്പോഴേക്കും അവിടെ അകത്തുള്ള നമ്പൂതിരി ഞാൻ അപ്പോൾ പൂമാലയൊക്കെ വാങ്ങിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. പൂമാലയൊക്കെ അവിടെ വെച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളുടെ അകത്തുള്ള ആ നമ്പൂതിരി എനിക്ക് കുറേ അധികം പൂമാലകൾ എൻ്റെ കയ്യിലോട്ട് ഇങ്ങനെ വെച്ച് തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇതെന്തായത്, ഞാനൊരു പൂമാല അങ്ങോട്ട് കൊടുത്തു, അപ്പോഴേക്കും കുറേ പൂമാലകൾ ഇങ്ങോട്ടേക്ക് തന്നു. അപ്പോൾ എനിക്ക് സന്തോഷം. അപ്പം ആ കുട്ടികൾ എൻ്റെ ഞാൻ കൊടുത്തിട്ടുള്ള പൂമാലയുണ്ട്. അപ്പം ഇതെന്താ ഇങ്ങനെ ഭഗവാൻ പൂമാലയൊന്നും വേണ്ടിട്ട് എനിക്ക് ആകെ പെട്ടെന്ന് സങ്കടം. ഇതിന് നമ്മുടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ നമ്മുടെ ഇവിടുത്തെ ക്ഷേത്രത്തിലൊക്കെ നമ്മളിപ്പം പൂമാലയും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ മീൻസ് എന്ത് തന്നെ കൊടുത്താൽ ഭഗവാനെ ചാർത്തിയിട്ടാണ് തിരികെ നമുക്ക് മീൻസ് കൂട്ടും തരത്തില്ല. വലിയ ക്ഷേത്രങ്ങളൊക്കെ തരുമെന്ന് തോന്നുന്നു, അല്ലാണ്ട് അത് കിട്ടത്തില്ല. അപ്പം എനിക്കിതൊരു എക്സ്പീരിയൻസ്, ഭഗവാനെ ചാർത്തി പോലും ഇല്ല, അത് ഇവർ വെച്ചു ഇങ്ങനെ കാലത്തിൽ വെച്ചു. പിന്നെ അതല്ല കുറേ എടുത്തിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ പൂമാലകൾ കൊടുക്കുന്നുണ്ടല്ലോ, കുറേ അധികം നേദിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ ഇവർ ബാക്കിൽ വരുന്നവർക്ക് ഇങ്ങനെ കുറച്ച് ഗ്യാപ്പിട്ട് അവർക്ക് തന്നെ കൊടുത്തു വിടുകയാണ്. അപ്പോൾ എനിക്ക് കുറേ പൂമാലകൾ കിട്ടി. അപ്പോൾ ആദ്യം എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് ഞാൻ ഭഗവാനായിട്ട് ഇവിടുന്ന് പോകുന്നതിനെക്കാട്ടി മുന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് വേറെ ഒന്നും തന്നെ വേണ്ട, എനിക്ക് ഒരാഗ്രഹവും ഇല്ല, എനിക്ക് ദ്വാരകയിൽ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കൃഷ്ണനെ അനുഭവിച്ചറിയാൻ അനുഭവം തരണമെന്ന് പ്രാർത്ഥിക്കുന്നത്. കൃഷ്ണ അനുഭവം, നല്ലൊരു അനുഭവം തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുത്തെ കുറേ പൂമാലകളൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഇത്രയും പൂമാല, ഇപ്പോൾ ഇതൊക്കെ എനിക്ക് എന്താ ചെയ്യേണ്ടത്, ഇതെന്ത് ചെയ്യണമെങ്കിൽ ഞാൻ ഈ താലപ്പൊലിയായിട്ട് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുക, ഇതെന്ത് ചെയ്യണം, വേറെ ആരുടെ കയ്യിൽ ഞാനിങ്ങനെ കണ്ടുമില്ല കൊടുക്കുന്നത്. ഞാൻ ആ ഒരു ടിപ്പിൽ എനിക്ക് മാത്രമല്ല, പിന്നെ കുറേ അവിടെയുള്ള തൂണിലൊക്കെ ഇങ്ങനെ പൂമാലകളൊക്കെ ഇട്ട് വെച്ചിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിലപ്പോൾ വിചാരിച്ചു ഇത്രയും പൂമാലകളില്ല, അപ്പോൾ എനിക്ക് ഭഗവാൻ തന്നതാണ്, ഒരു അനുഭവം അത് ചോദിച്ചപ്പോൾ എനിക്ക് തന്നതായിരിക്കും. അപ്പോൾ ഇത് വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുവന്നു, ബാഗിലൊക്കെ വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുവരാന്നൊക്കെ വെച്ച് ഞാൻ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ താങ്ങി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്പലപ്പം പൂ ഇങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം പിന്നെ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. വേറെ നമ്മുടെ കയ്യിൽ ലഗേജും കാര്യങ്ങളൊന്നുമില്ല. അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും മൊബൈൽ തൊട്ടുള്ള ബാഗ് തൊട്ട് എല്ലാ സാധനങ്ങളും നമ്മളുടെ ലോക്കറിൽ വെച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഞാൻ ഈ പൂവും വെച്ചിട്ട് ഇങ്ങനെ കുറേ നേരം നടന്നു. കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇത് എങ്ങോട്ടും വെക്കാനും പറ്റുന്നില്ല. ഇങ്ങനെ ആയപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, പൂവായിട്ട് നമ്മൾ വീട് വരെ പോകാം, വീട്ടിലോട്ട് ഇങ്ങനെ എത്തണമെങ്കിൽ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലോട്ട് തിരികെ വരത്തുള്ളൂ. അപ്പം എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം. എനിക്ക് കൂട്ടി വന്നവരൊക്കെ പറഞ്ഞു പൂവ് ഇവിടെ ഇപ്പോൾ ഓൾറെഡി ക്ഷേത്രത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. ഞാൻ പൂവ് എനിക്ക് കളയാൻ ഭയങ്കര സങ്കടം. മീൻസ് കളയാനല്ല, ഒരിക്കലും കളയത്തില്ല.
പൂ എന്താ എല്ലാരും പറഞ്ഞു ഇത്രയും പൂ വെച്ചിട്ട് ഇനി നമുക്ക് ഇവിടുന്ന് ബേദ്വാരകയിൽ പോകണം, ബേദ്വാരകയിൽ നിന്ന് നമ്മള് എന്താ ബോട്ടിലൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഈ പൂവും കയ്യിൽ വെച്ചിട്ട് പോകുമ്പോൾ മൊത്തം കരിഞ്ഞ് വാടി ഇതൊക്കെ ആയിട്ട് പോകും. അത് ഇതല്ല, അതുകൊണ്ട് ക്ഷേത്രത്തിൽ തന്നെ അകത്ത് കൊണ്ട് പൂ വെക്കുക, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പം നമ്മൾ അവിടുന്ന് ഇനി കുമ്മിളി വരെ വരണ്ടേ ട്രാവൽ ചെയ്ത്. അപ്പോൾ ട്രാവൽ ചെയ്ത് വരുമ്പോൾ ബാഗിൽ ഇങ്ങനെ ചൂടും ഇതൊക്കെ ആയിട്ട് ഇതായിരുന്ന് ഫുള്ളിങ്ങനെ എന്താ പറയുക അവിഞ്ഞു പോകത്തില്ലേ പൂവൊക്കെ. അതുകൊണ്ട് ഇപ്പം അങ്ങനെ കുറേ ഇങ്ങനെ ബ്രെയിൻ വാഷൊക്കെ ഇങ്ങനെ കുറേ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കും തോന്നിച്ചു ശരിയല്ലേ. പിന്നെ ഞാൻ ഓർത്ത് ഭഗവാൻ പല ഒത്തിരി ഭക്തര് കൊടുത്ത പൂവ് അവർക്ക് ഭഗവാനെ മേടിച്ചത്, അത് ഞാൻ ആ ക്ഷേത്രത്തിൽ തന്നെ വെച്ചിട്ട് വരാണ്ട് ഞാൻ എടുത്തിട്ട് വന്നെങ്കിൽ ഭഗവാൻ എനിക്ക് സങ്കടമാകുമോ, ഇതിപ്പോൾ എൻ്റെ കയ്യിൽ എങ്ങനെ മീൻസ് എനിക്ക് അങ്ങനെയൊക്കെ എനിക്ക് തന്നെ ഡിസിഷൻ എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയി. പൂവ് എനിക്ക് അത്രയും പൂമാലകൾ എനിക്ക് വിട്ട് കൊടുക്കാനും കഴിയുന്നില്ല, അതിപ്പം അവിടുന്ന് കൊണ്ടുവരാനും സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. അപ്പം പിന്നെ നമ്മുടെ ഗോമതി നദി എനിക്ക് നദിയുടെ പേര് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ആ നദിയിൽ കൊണ്ട് പൂ ഒഴിക്കും. ദ്വാരകാധീശൻ്റെ അമ്പലത്തിന് തൊട്ടാകെയുള്ള നദിയാണ്. അപ്പോൾ അവിടെ കൊണ്ട് അതിൽ ആ പൂക്കൾ മൊത്തം ഒഴിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഞാനൊരു 2-3 പൂക്കൾ എടുത്തിട്ടുണ്ട്. 2-3 ജമന്തിയുടെ പൂവായിരുന്നു. അപ്പം അത് എടുത്ത് ഞാൻ എൻ്റെ ബാഗിൽ വെച്ചു. അവിടെ നിന്ന് ഞാൻ ബേദ്വാരകയിൽ ഞങ്ങൾ ബോട്ടിലൊക്കെ പോയി. അതൊക്കെ നല്ല അനുഭവമായിരുന്നു. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണ് അതൊക്കെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ, കൃഷ്ണൻ താമസിച്ച കൃഷ്ണന്റെ വീടാണല്ലോ. അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ കുചേലന് കൃഷ്ണന് അരിവാരി കൊടുത്ത സ്ഥലവും അവല് വാരി ഇതും അതൊക്കെ കണ്ടു. അവിടെ അതാണ് ഫുൾ പശുക്കളാണ്. പശുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്കളും പശുക്കളും ഒക്കെയും കൊണ്ട് ഫുൾ എന്താ ഒരു നമ്മൾ ഈ പശുത്തൊഴുത്തിലൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു സ്മെല്ലില്ലേ, ഫുൾ ചാണകത്തിൻ്റെ സ്മെല്ലും പശുക്കളും റോഡിൽ ഫുൾ ചാണകവും ഫുൾ വഴിയോര കച്ചവടക്കാരും വളരെ സാധാരണ ഈ അവിടെയുള്ള മറ്റേ കടകളൊക്കെ 2-4 കമ്പും പിന്നെ സാരിയൊക്കെ ഇങ്ങനെ കവർ ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ വളരെ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു നമ്മൾ മൂവിയിലൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ അങ്ങനെയൊന്നും കടകളെ കണ്ടിട്ടില്ല. മൂവിയിലൊക്കെയാണ് ഞാൻ അങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടൈപ്പാണ് അവിടെയുള്ള ജോലി ചെയ്യുന്ന ആളുകൾ. മീൻസ് അവിടെയുള്ള ആളുകളുടെയൊക്കെ ഷോപ്പുകളൊക്കെ മോസ്റ്റ്ലി അങ്ങനത്തെ ഷോപ്പുകളാണ്. പിന്നെ കുറച്ചൊക്കെ ഇങ്ങനെ ഇതായിട്ട് വരുന്നുണ്ട്, അല്ലാണ്ട് എന്താ പറയുക ഇങ്ങനെയുള്ള ഷോപ്പുകളാണ് കൂടുതലും. അപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്ക് അവിടെയും ഇതുകൊണ്ട് തന്നെ മുമ്പും തിരക്കും തള്ളൊക്കെ ഉള്ളു. അപ്പം നമുക്ക് നേരെ പിന്നെ കുറേ നേരം ക്യൂ ഒക്കെ നിന്നിട്ടാണ് ഞാൻ ഭഗവാനെ കണ്ടു പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് കൃഷ്ണ അനുഭവമാണ് ചോദിച്ചത്. അപ്പോൾ പൂ കിട്ടിയതോ അങ്ങനെയായിപ്പോൾ എനിക്ക് അന്നത്തെ ദിവസം എനിക്ക് ഫുൾ സങ്കടമാണ്. നമ്മളൊരു ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഒരു ഓണമൊക്കെ വരുമ്പോൾ നമുക്ക് എന്താ ഈ ഓണമാണിത്, നമ്മൾ ഓൾറെഡി നമ്മുടെ പ്ലാനിങ് ഒന്നും നടന്നില്ല. എനിക്ക് ഫുൾ എന്താ പറ്റുക അന്നത്തെ ദിവസം ഫുൾ എനിക്ക് സങ്കടമായിരുന്നു. എനിക്ക് അറിയില്ല, ഞാൻ ഉദ്ദേശിച്ച ദ്വാരക ആയിരുന്നില്ല. പിന്നെ ഞാൻ ഭഗവാനെ കാണാനായിട്ട് അടിച്ചു പൊളിച്ച് മീൻസ് നല്ലൊരു അടിപൊളി ഡ്രസ്സൊക്കെ ആയിട്ട് നല്ല രാജകുമാരി പോലെ ഒരുങ്ങി പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ അതെനിക്ക് നടന്നില്ല. മീൻസ് ഞാൻ എടുത്ത ഡ്രസ് കോസ്റ്റ്യൂം ഒന്നും എനിക്ക് ആ സമയത്ത് എനിക്ക് ഫിറ്റായില്ല. 1 വീക്ക് ട്രാവൽ ചെയ്തപ്പോൾ എൻ്റെ വണ്ണം കുറഞ്ഞതാണോ എനിക്കറിയില്ല. അങ്ങനെ വളരെ സാധാരണക്കാരായിട്ട് നീ എന്നെ ഒന്ന് കണ്ടാൽ മതി എന്ന് ഭഗവാൻ വിചാരിച്ചിട്ടുണ്ടാവും. നല്ല ഒരുങ്ങി ആർഭാടമൊക്കെ ആയിട്ട് അങ്ങനെ വിചാരിച്ച് ആണുമായിരിക്കണം എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അതെനിക്ക് അങ്ങനെ ഫുൾ സങ്കടമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബേദ്വാരകയിൽ പോയി. പൂ ഓൾറെഡി പോയല്ലോ, അപ്പോൾ എനിക്ക് അധികം സങ്കടമുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കാൻ അവിടുന്ന് ഭഗവാനൊക്കെ കണ്ടു. അപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ എനിക്ക് പ്രത്യേകിച്ച് അനുഭവം കുറച്ച് അരി കിട്ടി കേട്ടോ. കുചേലന് ആ ഒരു പ്ലേസിൽ കുറേ അരിയുണ്ട്. അപ്പോൾ അവിടുന്ന് പ്രാർത്ഥിച്ച് അവിടുത്തെ തിരുമേനിമാർ നമുക്ക് കുറച്ച് അരി തരും. ആ അരി നമ്മൾ വീട്ടിലൊക്കെ കൊണ്ട് വെച്ച് നമുക്ക് അന്നത്തിനൊരിക്കലും പഞ്ഞം കാണുക എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ അരിയൊക്കെ എനിക്ക് കിട്ടി. അതെല്ലാം എനിക്ക് പ്രത്യേകിച്ച് അനുഭവമൊന്നും കിട്ടി. എനിക്ക് ഭയങ്കര സങ്കടം, എനിക്ക് കരച്ചിൽ വരുമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ക്ഷേത്രത്തിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് ഞാൻ ഞങ്ങളിപ്പം ഇങ്ങനെ നടന്നു വന്ന് അവിടെ ഭയങ്കര വെയിലായിരുന്നു, ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവിടെ നിന്ന് ഇളനീര് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ
ഇങ്ങനെ പുറന്നിരുന്ന് നിൽക്കുമായിരുന്നു. അപ്പോൾ റോഡിൽ ഫുള്ള് ഇങ്ങനെ എന്താ പറയുന്നത്, കുറേ പശുക്കളും കിടാക്കളൊക്കെ ഇഷ്ടം, ആട്, പശു, കൂടുതലും പശുക്കളാണ്. അപ്പൊ പശുക്കൾ ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ നടക്കുന്ന വഴി മനുഷ്യൻ നടക്കുന്നതൊക്കെയാണ് പശുക്കൾ, ഇങ്ങനെ ഫുൾ പശുക്കളും കിടാക്കളുമാണ്. അപ്പം എല്ലാം ഇങ്ങനെ പോകുന്നുണ്ട്, നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇളനീര് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ തിരിഞ്ഞു നിൽക്കാൻ നമ്മളെ കടേനെ അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്കറിയത്തില്ല കിടാവ് എവിടുന്ന് വന്നു നടക്കുന്ന കുഞ്ഞു കിടാവ്. അപ്പോൾ ജനിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 2 ആഴ്ചയൊക്കെ അങ്ങനെ എത്രയൊക്കെ ആയി കണ്ടിട്ട് കുഞ്ഞു കിടാവ് വന്ന് എൻ്റെ പുറകിലിട്ട് മുട്ടിയിട്ട് പോയി. എൻ്റെ ദൈവമേ, എനിക്ക് അത്രയും നേരം ഉണ്ടായിരുന്ന സങ്കടവും പോയി, ഞാൻ വരണ്ടു പോയി, പെട്ടെന്ന് വന്നേ. അപ്പോൾ കൂട്ടിയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു, ഞാൻ പറഞ്ഞു അയ്യോ എൻ്റെ കിടാവ് മുട്ടി. നമുക്ക് ആ ഒരു നമ്മൾ പുറന്നിരുന്ന് നിൽക്കുമ്പം ഒരു പച്ചക്കിടാവ് വന്ന് മുട്ടി കഴിയുമ്പോൾ ഉള്ള അവസ്ഥ ആലോചിച്ച് നോക്കും. പെട്ടെന്ന് നമ്മൾ ഷോക്ക്, ഇളനീര് കുടിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ടയേർഡാണ്, ഓൾറെഡി സങ്കടത്തിലാണ്. അപ്പം എനിക്കറിയാനായിട്ട് ഇങ്ങനെ എനിക്കറിയത്തില്ല, എനിക്ക് ഭയങ്കര കരച്ചിൽ വന്നു, റീസൺ ഇല്ല, എനിക്ക് കരയാനായിട്ടൊരു ഇത് വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് വന്ന് ഈ കിടാവ് വന്ന് മുട്ടിയിട്ട് പോകുമ്പോൾ എനിക്ക് പെട്ടെന്ന് എനിക്ക് ആ ഒരു ഇത് മാറി. പെട്ടെന്ന് എനിക്ക് ഇതെന്തേ അങ്ങനെ അനുഭവമല്ലേ ചോദിച്ചപ്പോൾ കൃഷ്ണന്റെ ഓരോ കുസൃതികള്. അപ്പൊ നമ്മൾ കാണുന്നല്ലേ കിടാവ് വന്ന് മുട്ടിട്ട് പോയി. അത്രയും അവിടെ എന്തൊരാളുകൾ നിന്ന് നിറയെ ജനമാണ്. ഒരു മനുഷ്യനെ ആ കിടാവിന് മുട്ടാൻ തോന്നില്ല, എന്നെയാണ് മുട്ടാൻ തോന്നിയത്. അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ നമ്മൾ അത് റിലേറ്റഡ് ആയിട്ട് ഇങ്ങനെ ചിന്തിക്കുമ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. നമുക്ക് അനുഭവം തന്നല്ലോ എന്ന്. അപ്പൊ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ടാവണം കിടാവ് വന്ന് എന്നെ മുട്ടിയിട്ട് പോയി. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത, ഇപ്പോഴും ദ്വാരകയെന്ന് കേൾക്കുമ്പോൾ എനിക്ക് കിടാവ് മുട്ടിയ കാര്യമാണ്. പശുക്കിടാവ് വന്ന് മുട്ടിയിട്ട് പോയി. അത് എന്നിട്ട് കൂടുതൽ വന്നിട്ട് സമ്മതിക്കുന്നില്ല, മുട്ടിയില്ല, അടുത്തോടെ പോയിട്ടേ ഉള്ളൂ. പക്ഷെ നമ്മൾ പെട്ടെന്ന് നമ്മുടെ പുറകെ ബാക്കിൽ വന്ന് കിടാവ് വന്നിങ്ങനെ തല വെച്ചിട്ട് മുട്ടി കഴിയുമ്പോൾ നമ്മൾ അന്താളിച്ച് പോകത്തില്ല. അതാ ഞാനിങ്ങനെ ഷോക്കായിട്ട് ഇങ്ങനെ ദൈവമേ ആരുടെ എന്നെ മുട്ടി എന്നുള്ള രീതിയിൽ ഞാൻ പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ പശുക്കിടാവ് ഇങ്ങനെ നിൽക്കുന്നത്. മുട്ടിയില്ല, അടുത്ത് വന്നേ ഉള്ളൂ. ആരും സമ്മതിക്കുന്നില്ല എന്നെ. ഞാൻ പറഞ്ഞു അയ്യോ ഇല്ല, എന്നെ മുട്ടി ശരിക്കും എന്നെ മുട്ടി. കൊടുത്തുള്ളവരൊന്നും എല്ലാവരും പറഞ്ഞു ഇല്ല, അടുത്ത് വന്നപ്പോൾ ഞാൻ പേടിച്ചതാണെന്ന് പറയുന്നു. പക്ഷെ ശരിക്കും എന്നെ മുട്ടി. അവരിപ്പോഴും പറയുന്നു എന്നെ മുട്ടിയിട്ടില്ല, എനിക്ക് തോന്നിയതായിരുന്നു. പക്ഷെ അല്ല, എന്നെ ശരിക്കും മുട്ടി. ഞാൻ എനിക്ക് അത്രയും നേരം സങ്കടമൊക്കെ എനിക്ക് ആ ഒരു നിമിഷം കൊണ്ട് എനിക്ക് ഇല്ലാണ്ടായി. പിന്നെ ഭഗവാൻ ദ്വാരക അങ്ങനെയാണെന്ന് എനിക്ക് അപ്പോഴാണ് എനിക്ക് ആ ഒരു ഇതായത്. നമ്മൾ വിചാരിക്കണം നമുക്ക് ഭയങ്കര ആർഭാടമായിട്ട് പത്മനാഭസ്വാമി ക്ഷേത്രം അല്ലെങ്കിൽ വലിയ ക്ഷേത്രങ്ങളൊന്നും പോലെ ഭയങ്കര ആർഭാടമായിട്ടുള്ള ആ ഒരു ക്ഷേത്രമല്ല. നമ്മൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് അവിടുന്ന് ഒന്നും തന്നെ കിട്ടുകയില്ല. നമ്മൾ എന്താ പറയുക, ഭഗവാനും എനിക്ക് ശ്രീകൃഷ്ണൻ കൃഷ്ണൻ്റെ ദ്വാരക കാണാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ, ഭഗവാനെ വിചാരിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് ഇഷ്ടമായിരുന്നിട്ട് കൂടി എനിക്ക് എന്താ കൂടുതൽ നമുക്ക് അത്രയൊന്നും നമ്മളെ പുള്ളിയുടെ ലെവലൊന്നും ആയിട്ടില്ല, അല്ലെങ്കിൽ മറ്റുള്ള ഭക്തരുടെ ലെവലൊന്നും ആയിട്ടില്ല. നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ മീൻസ് പാർവതി ചേച്ചിയൊക്കെ ഇല്ലേ, അപ്പോൾ ചേച്ചിക്കൊന്നും ലെവലൊന്നും ആയിട്ടില്ല. പക്ഷെ ഇഷ്ടം കൊണ്ട് നമ്മൾ ചെന്നപ്പോഴേക്കും എനിക്ക് ഈ ഒരു അനുഭവം ഉണ്ടായി. എനിക്ക് അതിൽ നിന്നും മനസ്സിലായത് കൃഷ്ണൻ വളരെ സാധാരണക്കാരാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളെയാണ് കൃഷ്ണന് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാനിപ്പോൾ അത്രയും നല്ല അടിപൊളിയായിട്ട് നല്ല ചോപ്പറും നല്ല വളയും മാലയും അങ്ങനെ കുറേ അതൊക്കെ നല്ല ഓർണമെന്റ്സും നല്ല ആൻറ്റിക് ഓർണമെന്റ്സും പട്ടോടയും ഇതൊക്കെ ആയിട്ട് ചെന്നപ്പോൾ അങ്ങനെയൊന്നും എന്നെ കാണാൻ അങ്ങനെയൊന്നും വരേണ്ട കാര്യമില്ല, നീ വളരെ സാധാരണ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നാൽ മതി, എനിക്ക് അങ്ങനെ കാണാൻ ഇഷ്ടം കൃഷ്ണൻ എനിക്ക് പറഞ്ഞു തന്നു. പക്ഷെ അത് ശരി, അത് ആ ഒരു യാത്രയിലൂടെയാണ് എനിക്ക് ശ്രീകൃഷ്ണനെ കൂടുതൽ അടുത്തറിയാനും എനിക്ക് പുള്ളിയായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആവാനൊക്കെ ഒരിതായത്. ഞാൻ ദ്വാരകയിൽ പോകണമെന്ന് പ്ലാനിങ് വന്നപ്പോൾ തൊട്ട് തന്നെ എൻ്റെ മനസ്സിൽ കുറേയധികം ചിന്തകളായിരുന്നു. ദ്വാരക എങ്ങനെയാണ്, കുറേയധികം സ്വപ്നങ്ങളും മീൻസ് എൻ്റെ മനസ്സിലൊരു ദ്വാരക ഉണ്ടായിരുന്നു. ആ ദ്വാരകയെ ആയിരുന്നില്ല ഞാൻ. പക്ഷെ യൂട്യൂബ് നമ്മുടെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി അങ്ങനെ ഞാൻ പോകുന്ന ടൈമൊക്കെ ആയപ്പോഴാണ് സെർച്ച് ചെയ്ത് ദ്വാരക എങ്ങനെയാ
എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് സെർച്ചൊക്കെ ചെയ്ത് നോക്കിയത്. അല്ലാണ്ട് എൻ്റെ മനസ്സിലൊരു ദ്വാരക ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ യൂട്യൂബിലും മീൻസ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നമുക്ക് പിക്കൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടത്തില്ലല്ലോ. ഞാൻ പോയി കഴിഞ്ഞപ്പോഴാണ് ശരിക്കുള്ള ദ്വാരക എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ദ്വാരകയിലുള്ളത്. കൂടുതലും എനിക്ക് തോന്നുന്നു ഈ പശുക്കളെ കറന്നും പാല് വിട്ട് ജീവിക്കുന്ന എല്ലാവരുടെയും മറ്റേ ഈ നമ്മുടെ സാധാരണ ബൈക്കില്ലേ അത് കണക്ക് എനിക്ക് ഇങ്ങനെ പേരറിയില്ല. അതിൽ കുറേ ആളുകളൊക്കെ വെച്ചിട്ട് ഇരുത്തിയിട്ടൊക്കെ പോകാം. ടുക്കുട്ടുക്ക് വണ്ടിയോ അങ്ങനെ എന്തൊക്കെയാണെന്ന് തോന്നുന്നു. എനിക്ക് വണ്ടിയുടെ പേര് കറക്റ്റായിട്ട് അറിയില്ല. അങ്ങനെയുള്ള കുറേ വണ്ടികളാണ്. ആ വണ്ടിയുടെ ഇരുവശം നമ്മൾ മിൽമയിലൊക്കെ നമ്മൾ പാലൊക്കെ കൊടുക്കാൻ പോകുന്ന ആളുകളുടെ കയ്യിലൊരു ഇതില്ലേ പാൽപാത്രം, അങ്ങനെയുള്ള പാലിൻ്റെ കുറേ അങ്ങനെയുള്ള കുറേ വണ്ടി, പിന്നെ കാളവണ്ടികൾ, അങ്ങനെയുള്ള കുറേ അധികം വണ്ടികളും ഇതൊക്കെ അവിടെയുള്ള റോഡുകൾ, അവിടെയുള്ള ഇതൊക്കെ പഴയ നമ്മൾ കഥകളിലൊക്കെ കേട്ടിട്ടുള്ള ശ്രീകൃഷ്ണൻ്റെ ആ ഒരു കാലത്തെ കൂടുതലും നമുക്ക് ഇങ്ങനെ ആ വഴി നടന്നു പോകുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതൊക്കെ ഞാൻ വളരെയധികം എൻജോയ് ചെയ്ത് ആസ്വദിച്ചാണ് ആ വഴികളിലൂടെയൊക്കെ നടന്നു പോയത്. അത് കണക്ക് തന്നെ പ്രത്യേകിച്ച് ഞാൻ ദ്വാരകയിൽ വീട്ടിൽ നിന്നേ പോയപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എനിക്കൊന്നും തന്നെ തരേണ്ട കാര്യം, കൃഷ്ണ അനുഭവം വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവാന്റെ അടുത്ത്. എനിക്ക് ഈ ദ്വാരകയിൽ വരുമ്പോൾ എനിക്ക് എപ്പോഴും ഓർത്തിരിക്കും. നമ്മളിപ്പം പോയി അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഭാവിയിൽ പോകാൻ പറ്റിയ ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പം എനിക്ക് എന്തിലും കൂടുതൽ എനിക്ക് കൃഷ്ണ അനുഭവം നൽകണമെന്ന് ഒരു പ്രാർത്ഥന എനിക്കുണ്ടായിരുന്നുള്ളൂ. ഞാനിപ്പം ഭഗവാന്റെ ഏതൊരു അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നത് അത് തന്നെയാണ്. എനിക്ക് നല്ലൊരു കൃഷ്ണ അനുഭവം എനിക്ക് എപ്പോഴും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു കൃഷ്ണ അനുഭവം തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറുള്ളത്. അപ്പം അങ്ങനെ ദ്വാരകയിൽ പോയപ്പോഴും ഞാൻ ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ച് എനിക്ക് കൃഷ്ണ അനുഭവം തരണമെന്ന്. അവിടെ നമ്മൾ സാധാരണ വലിയ വലിയ അമ്പലങ്ങളിൽ പോകുന്നതൊക്കെ തന്നെ വളരെ തിരക്കാണ്. നല്ല ക്യൂ ഒക്കെ നിന്നിട്ട് വേണം ഗേൾസിന് ഒരു സൈഡ്, ബോയ്സിന് അങ്ങനെയൊക്കെ തിരിച്ചിട്ടൊക്കെയാണ്. ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഇങ്ങനെ തിരശ്ശീല ഇട്ട് കഴിയുമ്പോൾ നമ്മൾ തിരശ്ശീല പൊക്കുന്നിടം വരെയൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഞാൻ ചെന്ന ടൈമിൽ തിരശ്ശീല അടച്ചിരിക്കുമായിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്ത് ക്യൂവിന് ഇടിയും തള്ളും ഒക്കെയാണ്. അപ്പം അതൊക്കെ സഹിച്ച് കുറേ നേരം വെയിറ്റ് ഒക്കെ ചെയ്ത് നിന്നിട്ടാണ് തിരശ്ശീല ഇതിപ്പോൾ അവിടെ ഭഗവാനെ കുറിച്ച് ഭക്തരുടെ പ്രാർത്ഥന, തിരശ്ശീല അടച്ചിരിക്കുമ്പോഴും ഭഗവാന്റെ പേരിലുള്ള നാമോച്ചാരണങ്ങളൊക്കെ നമുക്കറിയില്ല, നമുക്ക് കുളിര് കോരുന്ന തരത്തിലുള്ളതാണ്. അത് മാത്രം ഇപ്പം ഞാനൊക്കെ വിചാരിച്ചിരുന്നത് നമുക്കൊക്കെയാണ് ഭക്തി കൂടുതൽ, ആ ഒരു ഇതൊക്കെ ആയിരുന്നല്ലോ. പക്ഷേ അവിടെ നമ്മുടെ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തൊക്കെ ചെന്ന് ഇപ്പം നോർത്തിലോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോഴാണ് ഭഗവാനോടുള്ള ഭക്തി, ഭഗവാനുള്ള പ്രേമം അവിടെയുള്ള ഭക്തർക്ക് എത്ര മാത്രമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പം ബേദ്വാരകയിലേക്ക് ഞങ്ങൾ പോയപ്പോൾ ബോട്ടിലാണ് പോയത്. ആ ബോട്ട് സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് എൻഡ് ചെയ്യുന്നിടം വരെ ഭഗവാനെക്കുറിച്ചുള്ള പ്രാർത്ഥനകളും പാട്ടുകളൊക്കെയാണ്. എല്ലാവരും തന്നെ അവരുടെ ലാംഗ്വേജിൽ, ഹിന്ദിയിലോ ഹിന്ദിയിലും പല പല ലാംഗ്വേജിലൊക്കെ അവരിങ്ങനെ ഭഗവാന്റെ പാട്ടുകളൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പാടുവാണ്. അത് കേൾക്കുമ്പോൾ നമുക്ക് കുളിര് വരും. എന്ത് രസമാണ്. നമ്മളൊന്നും അങ്ങനെയല്ല, ക്ഷേത്രത്തിൽ പോകുന്നു, കണ്ണടിക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്ന് വരുന്നു. അല്ലാണ്ട് എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എനിക്ക് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരശ്ശീലൊക്കെ തുറന്ന് ഭഗവാനെ കൺകുളിർക്കെ കണ്ടു. ഭഗവാനെ ഇപ്പം ഭഗവാൻ അവിടെയാണെങ്കിൽ തിരശ്ശീല ഓപ്പൺ ആക്കുന്നതിന് ഇപ്പുറത്തൊരു ബാക്കിലൊരു മിററുണ്ട്. നമുക്ക് ആ മിററിൽ കൂടി ക്യൂ നിൽക്കുമ്പോൾ തന്നെ ഭഗവാനെ തിരിഞ്ഞ് ഇങ്ങനെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ നോക്കി ഭയങ്കര സന്തോഷമൊക്കെ. ഇങ്ങനെ നടന്ന് ഭഗവാന്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോഴേക്കും ഇത് ഭഗവാനെ ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് പോകുമല്ലോ, കണ്ണിക്കൂടി എനിക്ക് വെള്ളം വരെ വന്നു. എനിക്ക് സന്തോഷം കണ്ടിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായില്ലേ ദ്വാരകയിൽ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ ആ പോയപ്പോൾ എടുത്തിട്ടുള്ള വിഷ്വൽസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ സാധാരണക്കാരായ ആളുകളാണ് അവിടെയുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവിടെയുള്ള ആളുകൾ കച്ചവടം ചെയ്യുന്ന രീതിയും അവർ ആ ഷോപ്പൊക്കെ താൽക്കാലികമായിട്ട് കെട്ടിയുണ്ടാക്കിയിരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ 4 കാലിൽ കമ്പ് കുത്തിയിട്ട് സാരിക്ക് മറച്ചിട്ടുള്ളതാണ്. ഈ വീഡിയോയിൽ ബോട്ടിൽ ബേദ്വാരയിലോട്ട് പോകുന്ന ആ ഒരു വിഷ്വൽസാണ്. ഇതിൽ
ആ ബോർഡിലുള്ള ഭക്തരൊക്കെ രാധയുടെയും കൃഷ്ണൻ്റെയും കുറിച്ചിട്ടുള്ള പാട്ടുകളാണ് കൂടുതലും ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നത്, ഭക്തി ഗാനങ്ങൾ. അവർ സംസാരിക്കുന്നത് തന്നെ, അവരെ അഭിസംബോധന ചെയ്യുന്നതിന് രാധേ രാധേ കൃഷ്ണ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എനിക്കതൊക്കെ ഒരു പുതിയൊരു അനുഭവമായിരുന്നു. ഞാൻ വളരെയധികം എൻജോയ് ചെയ്യുന്ന മൊമെൻറ്റ്സാണ് ഇതൊക്കെ. ഇത് നമ്മൾ ദ്വാരകയ്ക്ക് എത്തിക്കഴിയുമ്പോഴത്തേക്കും രാധാകുണ്ട്, ഗോപികുണ്ട്, അത് ഗോപികുണ്ടാണ്. അവിടെ എല്ലാം വിജനമായ സ്ഥലമാണ്. ഒരു ഗ്രാമീണമായിട്ടൊരു പഴയ കാലത്തിൻ്റെ സ്മരണകളൊക്കെ ഇല്ലേ, അതൊക്കെ നമ്മൾ ഈ സ്ഥലത്തൊക്കെ പോകുമ്പം നന്നായിട്ട് നമുക്ക് കിട്ടും. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം ഗോക്കളാണ്. നമുക്ക് ദ്വാരകയിൽ എവിടെ തന്നെ നോക്കിയാലും ഗോക്കൾ കാണാൻ സാധിക്കും. വിജനമായ സ്ഥലത്തുൾപ്പെടെ നമുക്ക് അവിടെ ഗോക്കളുടെ സാന്നിധ്യം നമുക്ക് ലഭിക്കുന്നതാണ്. എല്ലായിടത്തും ഗോക്കളാണ്. കൃഷ്ണൻ്റെ പേരിനോട് കൂടി രാധയ്ക്ക് എന്തുമാത്രം പ്രാധാന്യമുണ്ട്, അത് കണക്ക് തന്നെ പ്രാധാന്യം ഗോക്കൾക്കും ഉണ്ട്. നദിയോരങ്ങളിലും അത് കണക്ക് തന്നെ അവിടെയുള്ള ക്ഷേത്രത്തിലും ആളുകളുടെ കൂട്ടത്തിലൊക്കെ ഗോക്കളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇത് നമ്മുടെ ദ്വാരകാധീശൻ്റെ ടെമ്പിളാണ്. അവിടെ ഞാൻ പറഞ്ഞില്ലേ, കൂടുതലും ഇപ്പം വഴിയോര കച്ചവടത്തിന് പ്രാധാന്യം നൽകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ക്ഷേത്രത്തിലുപരി കച്ചവടങ്ങൾ അങ്ങനെയൊരു ഇതായിപ്പോയി. ഇത് ദ്വാരകയിലോട്ട് കയറി കഴിയുമ്പോൾ ഉള്ള എൻട്രൻസാണ്. ഈ വഴികളിലൂടെയൊക്കെ നോക്കുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ ആളുകളുടെ ജീവിതം മനസ്സിലാകും. ഗോക്കളുണ്ട്, ഇത് കണ്ടില്ലേ, ഉന്തുവണ്ടിയിൽ തുണിയും അവർ കിടക്കുന്നതും എന്താണെന്നറിയില്ല, പാല് വിൽക്കുന്നതും പഴയ കാലത്ത് നമ്മൾ എങ്ങനെയൊക്കെയാണോ കഥകളിൽ കൂടി കേട്ടിരിക്കുന്നത്, ഏകദേശം ഒരു ഇതിൽ തന്നെയാണ് ഇപ്പോഴും അവിടെയുള്ള സ്ഥലങ്ങളും അതുകണക്ക് തന്നെ എല്ലാം തന്നെ. പിന്നെ ആളുകൾ വന്നു പോകുന്നതിൻ്റെ വ്യത്യാസങ്ങൾ മാത്രമേ അവിടെയുള്ളൂ. പല സ്ഥലത്തു നിന്നും പല തരത്തിലുള്ള ആളുകൾ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിലുണ്ടാകുന്ന വേരിയേഷൻസ് അല്ലാണ്ട് മാറ്റങ്ങളല്ലാണ്ട് അവിടെയുള്ള ആളുകൾക്കോ അതുകണക്ക് തന്നെ തൊഴിലിനോ അങ്ങനെയൊന്നും വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. ശ്രീകൃഷ്ണ ജന്മാഷ്ടമിയായ ഇന്ന് കൃഷ്ണ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് ഭയങ്കര അധികം സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇത് ആദ്യമായിട്ടാണ് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കൃഷ്ണ അനുഭവങ്ങൾ, ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഞാൻ ആദ്യമായിട്ടാണ് പങ്കുവയ്ക്കുന്നത്. അല്ലാണ്ട് ഞാൻ എൻ്റെ മോസ്റ്റ്ലി എല്ലാ വീഡിയോസും എടുത്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ മോസ്റ്റ്ലി എല്ലാ വീഡിയോസും തന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുന്നതും ട്രാവൽ ചെയ്യുന്നതും അങ്ങനെ ഒരു റിലേറ്റഡ് വീഡിയോസാണ്, ഹെയർ കേക്ക് അങ്ങനെയൊക്കെയാണ്. ഇത് ആദ്യമായിട്ടാണ് കൃഷ്ണനെക്കുറിച്ചിട്ടുള്ള കൃഷ്ണ അനുഭവം ഞാൻ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇത് കണക്ക് ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള കഥകളും അത് കണക്ക് തന്നെ എൻ്റെ ചെറിയ അനുഭവങ്ങളൊക്കെ കേൾക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റിലൂടെ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് കണക്കുള്ള കഥകൾ, എക്സ്പീരിയൻസ് ആയിട്ടുള്ള കഥകളാണോ അതോ സാധാരണ എപ്പോഴും ചെയ്യുന്നതൊക്കെയുള്ള വീഡിയോസൊക്കെ ആണോ എന്നൊക്കെ എനിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യണം. ആ കമൻറ്റിലൂടെ എനിക്ക് ഏതുതരം വീഡിയോസ് ചെയ്യണമെന്നൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടി കാണിക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ജന്മാഷ്ടമി നേരുന്നു. ടാറ്റാ, ബൈ ബൈ.